തുടക്കം ആകാശവീഥിയിലല്ലോ സ്നേഹം ചൊരിയും അമ്മയ്ക്ക് പറയല്ലേ മായാ മറയ മായല്ല മറയല്ലേ. അപർണ നേരത്തെ പറയാൻ പറ്റുമെന്നറിയില്ല, മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിക്കാൻ നിന്നിട്ട് വേറെ ചില കാരണങ്ങൾ കൊണ്ട് മാറിയിരുന്നതാണ്. ഞാൻ ടെൻഷൻ അടിച്ച് അവര് പ്രൊഫഷണൽ ഡാൻസേഴ്സിന്റെ കൂടെ ഞാൻ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഭയങ്കര മെസ്സി ആയിട്ട് കളിക്കുമ്പോൾ അതിന്റെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഞാൻ അറിയാൻ തുടങ്ങി എനിക്കിത് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഓടി. ഇപ്പോഴത്തെ ജേർണലിസത്തെ കുറിച്ച് ഞാൻ വിമർശിക്കല്ല, അതിന് ലൈഫ് ഇല്ല. നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇപ്പോൾ ആഘോഷമായി മാറുകയാണ്. തലയൊക്കെ വെട്ടി തലയെങ്ങനെ ഉരുളുകയാണ്. ഇതൊക്കെ നമുക്ക് കുട്ടികളോടൊപ്പം പോയി കണ്ടിരുന്നത് കാണാൻ പറ്റുമോ? ഒരുപാട് സെലിബ്രിറ്റീസ്, ഡയറക്ടേഴ്സ് വരെ എൻ്റെ സ്റ്റുഡൻസ് ആണ്. പക്ഷെ അവരെല്ലാവരും അനോണമസ് ആയിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത്. ആരും അറിയരുത്. വീഡിയോ പ്രൊഡക്ഷൻ എല്ലാം ഞാൻ AI ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാണ്. ബട്ട് നമ്മൾ മീഡിയയിലൊക്കെ കേൾക്കുന്ന നെഗറ്റീവ്, ഇത് നമ്മളെ ഫ്യൂച്ചറിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമോ എന്നൊക്കെ. മീഡിയ അത് വെച്ചൊരു ഡിസ്കഷൻ കണ്ടു. നമ്മൾ സിനിമ തുടങ്ങി പകുതിക്ക് എത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ മീഡിയയോട് അപ്ഡേറ്റഡ് ആയിട്ടാണല്ലോ ഈ സബ്ജക്ട്. എനിക്ക് രണ്ട് മൂന്ന് ഡിഫറെന്റ് അതൊക്കെ മാറി മാറിയാണ് ഞാൻ പറയുന്നത്. ഇന്ന് മീഡിയ വണ്ണിൽ നമ്മളോടൊപ്പം ഉള്ളത് മോണിക്ക ഒരു AI സ്റ്റോറീൻ്റെ ടീമാണ്. മൻസൂർ പള്ളൂർ, അപർണ മൾബറി, EM അഷ്റഫ്. സ്വാഗതം. ഇപ്പം AI-കളുടെ കാലമാണ്. നമ്മൾ AI-യുടെ പല പല സാധ്യതകൾ, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്താണ് മോണിക്ക ഒരു AI സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലൊരു സിനിമ വരുന്നത്. അപ്പം എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു ഐഡിയ നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും ഒക്കെ മനസ്സിലേക്ക് വരുന്നത്? ഇത് ഈ ഐഡിയ ഒരാളുടെ കാലത്തും തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വാർത്തകളിൽ AI നിറഞ്ഞേക്കുന്നതാണ്. പിന്നെ ഈ കുട്ടികളുടെ അഡിക്ഷൻ, അതായത് അവർ മൊബൈല്, ഐപോഡ് ഇതിനൊക്കെ അഡിക്ഷൻ വെക്കുമ്പോൾ തന്നെ പഴയ കുട്ടികളല്ല, ഇപ്പോൾ പുതിയ കുട്ടികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നന്നായി അറിയാം. AI-യെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴാണ് അതിൻ്റെ സാധ്യതകളെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ സാധ്യത വെച്ചൊരു ഇമാജിനേറ്റീവ് ക്യാരക്ടർ ഉണ്ടാക്കുക. സാധാരണ രീതിയിൽ AI എന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്താണ്, നമ്മളത് കമ്പ്യൂട്ടറിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരിക. അതിനാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇതിന് പറ്റിയ ഒരാൾ കണ്ടെത്തിയത് അപർണയാണ്. അപർണയെ ഞാൻ സെർച്ച് ചെയ്തത് സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയയിൽ അവർ പല വേദികളിലായിട്ട് വളരെ പ്രശസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപർണ സംസാരിച്ചപ്പോൾ അപർണക്ക് ഈ ഐഡിയ ഇഷ്ടമായി. വളരെ കൗതുകത്തോട് കേട്ട് അപർണ നേരത്തെ പറയാൻ പറ്റുമെന്നറിയില്ല, മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിക്കാൻ നിന്നിട്ട് വേറെ ചില കാരണങ്ങൾ കൊണ്ട് മാറിയിരുന്നതാണ്. അത് പറയാൻ പുറത്ത് പറയുന്നില്ല റീസൺ എന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞ് ഫുൾ സ്റ്റോറി പറയണം. ഫുൾ സ്റ്റോറി പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ലാസ്റ്റ് സീൻ മാറ്റണം. അങ്ങനെ ഞാനത് അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കി. കാരണം ഞാൻ തന്നെയാണ് കഥ എഴുതുന്നത്, സംവിധായകൻ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ നിന്ന് വ്യതിചലിക്കാൻ ചെറിയ പക്ഷേ അപർണ എനിക്ക് വേണമെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊരു കോംപ്രമൈസിൽ എത്തിയെങ്കിലും വളരെ സമർത്ഥമായിട്ട് അപർണയുടെ ചിന്താഗതിക്ക് വിരുദ്ധമായിട്ട് സാധനം ചെയ്തു. പക്ഷേ അപർണയുടെ കാര്യം കൂടി ചെയ്തു. ആർട്ടിസ്റ്റിക്കായിട്ട് ഞാനത് ചെയ്തു, പക്ഷേ അപർണയ്ക്ക് തൃപ്തിയാണ്. അപ്പോൾ അപ്പോഴെനിക്ക് മനസ്സിലായത് ഇവരൊരു വളരെ ഡെഡിക്കേറ്റഡാണ്. വെറുതെ ഒരു സിനിമയിൽ അഭിനയിച്ച് ഫേമസ് ആവാന്നല്ല. ചിലപ്പോൾ അവർക്ക് ഓഫേഴ്സ് വന്നാൽ പോലും, ഇനിയും ഓഫേഴ്സ് വന്നാൽ പോലും അവരെ കൺവിൻസ് ചെയ്യണം. അപ്പോൾ അവരെ ശരിക്ക് തലേന്ന് വരെ AI ആയിട്ട് സംസാരിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ എന്നെക്കാളും അപ്ഡേറ്റഡ് ആണ്. ഈ AI സ്റ്റോറി പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അധികം ടെക്നിക്കാലിറ്റിയിൽ പോകാതെ ഒരു വൈകാരിക മുഹൂർത്തം കൊടുത്തുകൊണ്ട്, ഒരു യാന്ത്രികതയ്ക്ക് ഒരു വൈകാരികത കൊടുത്തുകൊണ്ടൊരു സിനിമയാണിത്. ഇത് 3 കോണുകളിൽ നോക്കാൻ പറ്റും. ഒന്ന്, ഇത് കുട്ടികളുടെ സിനിമയ്ക്ക് പറ്റും, പക്ഷേ ഇത് ഹൈലി ടെക്നിക്കലി സയൻറ്റിഫിക്കലി ആയിട്ടുള്ളൊരു സിനിമയാണ്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ ലേഡി മലയാളം പറയാം, നമ്മുടെ സ്വന്തം ഭാഷ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം എമ്പൂതൻ പറഞ്ഞ ഒരു വാക്കാണ്. അതായത് അമേരിക്കയിൽ പോലും മലയാളം വളരെ പ്രശസ്തമാക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നില്ല. അങ്ങനെ അത്രത്തോളം ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊരു AI സ്റ്റോറി ആകുമ്പോൾ തന്നെ അവരുടെ പോലെ ഒരു നടിയെ കിട്ടുന്നതാണ് ഈ സിനിമയുടെ വലിയ വിജയം. ഓക്കെ, അപർണയെ പറ്റിയൊരു സംവിധായകൻ
ഓക്കെ, അപ്പൊ അപർണ മലയാളികൾക്ക് വളരെ പരിചിതയാണ്. മലയാളികൾ വളരെ ഇഷ്ടത്തോടെ കാണുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററും അല്ലാതെ നമുക്ക് ചാനലുകളിലൂടെ ഒക്കെ പരിചയമുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് വരികയാണ്. അപ്പം എന്താണ് ഈ ഒരു സ്റ്റോറി തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ? ഈ പറഞ്ഞതുപോലെ നിങ്ങളെ കൺവിൻസ് ചെയ്യേണ്ട, അപ്പോൾ സ്റ്റോറി കൺവിൻസ് ചെയ്യുന്ന ഒരു എലമെന്റ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപർണ എങ്ങനെയാണ് ഈ സിനിമ ചൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ് മലയാള സിനിമയിലൂടെ തന്നെ എൻട്രി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? സോ എനിക്ക് എൻ്റെ ഫസ്റ്റ് സിനിമയാണല്ലോ, അപ്പോൾ വലിയ റോളാവണം ഇതൊക്കെ ആവണം എന്ന് ചിന്തിച്ചിട്ടില്ല ഞാൻ. പക്ഷെ ആ സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട് ഈ സ്റ്റോറി ലൈൻ. ഫുൾ ഫാമിലിയുമായിട്ട് നമുക്ക് വന്ന് കാണാൻ പറ്റും. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. സ്റ്റോറി ഞാൻ പറഞ്ഞ പോലെ നല്ല പോസിറ്റീവാണ്, നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ കൺവിൻസ്ഡ് ആയി. ഇറ്റ് വാസ് ലൈക്ക് such a beautiful fun and നമ്മളെ യൂഷ്വലി AI എന്ന് പറയുമ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഡിബേറ്റ് ചെയ്യുന്ന നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, അപ്പോൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കഥകൾ ഇറങ്ങുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മളെ ലൈഫിൽ ഞാൻ AI ഡെയിലി യൂസ് ചെയ്യാം. ChatGPTയും ബാക്കി എല്ലാ AI വീഡിയോ പ്രൊഡക്ഷൻ എല്ലാം ഞാൻ AI ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാണ്. ബട്ട് നമ്മൾ മീഡിയയിലൊക്കെ കേൾക്കുന്ന നെഗറ്റീവ്, ഇത് നമ്മളെ ഫ്യൂച്ചറിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമോ എന്നൊക്കെ അങ്ങനെ കുറേ ഇത് വരുന്നുണ്ട്. ബട്ട് ഈ ഒരു സ്റ്റോറി ലൈൻ കേട്ടപ്പം ഇറ്റ്സ് നമ്മളെ ഫ്യൂച്ചറിൽ if we use it productively for our whole world, then അതൊരു പോസിറ്റീവ് ഇതിലേക്കൂടെ കൊണ്ടുപോകാം. പിന്നെ സ്റ്റോറി ഞാൻ പറയുന്നില്ല, ബട്ട് നിങ്ങൾ എന്തായാലും വന്ന് കാണണം. ബിക്കോസ് അത്രയ്ക്കും ഒരു പോസിറ്റീവ് ആൻഡ് ലൈക്ക് ഫുൾ ഫാമിലിയുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. സോ കേട്ടപ്പോൾ തന്നെ ഐ വാസ് റിയലി എക്സൈറ്റഡ്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ നിർമ്മാതാവാണ്, ഇതിലൊരു ഗാനം രചിച്ചിട്ടുമുണ്ട്. അപ്പോ എങ്ങനെയാണ് സംഭാഷണത്തിന്റെ ഭാഗമായിരുന്നു? ഓക്കെ, അപ്പൊ ഈ ഒരു സിനിമയുടെ എൻറ്റയർ അതിൻ്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൻസൂർ പള്ളൂർ എന്നുള്ളൊരു വ്യക്തി ഈ സിനിമയുടെ എന്നുള്ളൊരു എലമെന്റ് തന്നെയാണോ ഇതിൻ്റെ ഒരു ഇത്രയുമായിട്ട് ഈ സിനിമയോടൊപ്പം നീങ്ങാൻ തീരുമാനിക്കുന്നത്? തീർച്ചയായും മോണിക്ക ഒരു AI സ്റ്റോറി എന്ന് പറയുന്ന ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ സിനിമയെ പ്രേക്ഷകരുമായി അടുപ്പിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ എലമെന്റ്സ് എല്ലാ ഭാഗത്തു നിന്ന് നോക്കിയാലും, കുട്ടികളുടെ ഭാഗത്ത് നോക്കിയാലും കുടുംബത്തിൻ്റെ ഭാഗത്ത് നോക്കിയാലും ഒരുമിച്ചിരുന്ന് കാണേണ്ട ഒരു സിനിമയാണിത്. അതുപോലെ തന്നെ ഇത് സാങ്കേതികതയുടെ ഭാഗത്തെക്കുറിച്ചാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിലും ഡയറക്ടർ വിശദീകരിച്ചതുപോലെ ഇത് ടൂ മച്ച് ടെക്നോളജിക്കലായിട്ടുള്ളൊരു പടമല്ല. മാനുഷിക എന്ത് തന്നെ ടെക്നോളജി വികസിച്ചു കഴിഞ്ഞാലും നമ്മുടെ സ്നേഹത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല. സ്നേഹം അതുപോലെ തന്നെ മനുഷ്യരാശിയിൽ എന്തിനൊക്കെ മാറ്റങ്ങൾ വന്നാലും, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ വന്നാലും നമ്മുടെ ആ സ്നേഹം തന്നെയാണ്. അത് ഈ സിനിമയുടെ കാതലായൊരു വശമാണ്. സ്നേഹം എവിടെ ഇല്ലാതായി പോകുന്നു അവിടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഈ സിനിമയുടെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് നമ്മുടെ മാളികപ്പുറമേൽ എന്ന് പറയുന്ന സിനിമയിലൊക്കെ അഭിനയിച്ച ബാലനടനുണ്ടല്ലോ, ശ്രീപദ്. അവനിലൂടെ ഈ കഥ ഇതൾ വിരിയുമ്പോൾ പോലും അവനുമായി ബന്ധപ്പെടുന്ന അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ അധ്യാപകർ, പിന്നെ അതുപോലെ തന്നെ അവനുമായി ബന്ധപ്പെട്ട് വരുന്ന AI അവൻ്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരികയാണ്. ഈ എലമെൻസ് ഒക്കെ ചേർന്നുണ്ടാകുന്ന ഒരു കഥയുണ്ടല്ലോ, അത് വളരെ മനോഹരമായി സ്ക്രീനിൽ തെളിഞ്ഞു വരുമ്പോൾ സത്യം പറഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. ഇങ്ങനെ ഒരു പ്രമേയം മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാൻ പറ്റും. മനസ്സിലായല്ലോ ഇത് കേട്ടിട്ട് എന്തുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. പിന്നെ അപർണ ഇതിനകത്ത് ഇപ്പൊ ആദ്യമായിട്ട് അഭിനയിക്കുക മാത്രമല്ല പാട്ടും കൂടെ പാടിയിട്ടുണ്ട്. അപ്പം താങ്കൾ എഴുതിയ ഒരു വരികൾക്കാണ്. അപ്പം അതിന്റെ ഒരു 2 വരി ഇപ്പൊ ഒന്ന് പാടാൻ പറ്റുമോ? ഓർമ്മയിലുണ്ട്? തീർച്ചയായിട്ടും. ഓക്കെ, തുടക്കം. ആകാശവീഥിയിലല്ലോ സ്നേഹം ചൊരിയും അമ്മകനിക്ക് പറയല്ലേ മായാമറയിൽ മായല്ല മറയല്ലേ. ഈ സിനിമയിലുള്ള പ്രൊമോഷന് വേണ്ടിയിട്ട് പക്ഷെ ഈ പാട്ട് വളരെ മനോഹരമായി അവർ പാടിയെന്ന് മാത്രമല്ല, മലയാളിയല്ലാത്ത ഒരു ഇംഗ്ലീഷ് ഭാഷ മാതൃഭാഷയായുള്ള ഒരു അമേരിക്കക്കാരി ഇത്രയും മനോഹരമായിട്ട് മലയാളം പാടുന്നത് അത്ഭുതപ്പെടുത്തും നമ്മളെ പോലും. മാത്രമല്ല അതിലത് പാടി ഡാൻസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നല്ല മറ്റൊരു കാര്യം. ഞാൻ ഇവര് റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ ഗായകർ പാടുമ്പോൾ പാട്ടാണല്ലോ, പക്ഷെ ഇതിൽ ലയിക്കുകയാണ്. അപ്പോൾ അവര് ശരിക്കും ഇതിൻ്റെ ഭാഷ ഉൾപ്പെടുന്നുണ്ട്.
അപ്പം ഞാൻ എന്നെ കണ്ട ഉടനെ അടിപൊളി ഡ്രസ്സാണല്ലോ എന്ന് ആ മലയാളത്തിൻ്റെ ഒരു എല്ലാ തലങ്ങളും അവർക്കറിയാം. അപ്പം വൈകാരികമായിട്ട് അവർ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവും. ഈ പാട്ട് കഴിഞ്ഞ് ഡാൻസ് പറയാൻ പാടുണ്ടോ? ഡാൻസ് ചെയ്യുമ്പോൾ ഇവർക്ക് വശമല്ലാത്തൊരു കാര്യം. ഞാൻ ഇതുവരെയായിട്ടും ആക്ടിങ് പഠിച്ചിട്ടില്ല, ഡാൻസിങ് ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ഇതെല്ലാം എനിക്ക് പുതിയ സ്റ്റെപ്സ് ആയിരുന്നു. പാട്ട് റെക്കോർഡ് ചെയ്യുന്നതും ആദ്യമായിട്ട്, ഡാൻസ് ചെയ്യുന്നതും ആദ്യമായിട്ട്. അപ്പൊ എന്തായാലും എന്റെ കംഫർട്ട് ലെവലിൽ നിന്ന് ഇറങ്ങണമല്ലോ. അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട്, സത്യം പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഡാൻസ് എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഡാൻസ് നിങ്ങളൊക്കെ അത് കാണുമ്പോൾ ഈസി സ്റ്റെപ്സ് ആണെന്ന് പറയാം, പക്ഷെ എനിക്ക് അത്രയ്ക്കും പാടായിരുന്നു. ഞാൻ ടെൻഷൻ അടിച്ച് അവര് പ്രൊഫഷണൽ ഡാൻസേഴ്സിന്റെ കൂടെ ഞാൻ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഭയങ്കര മെസ്സി ആയിട്ട് കളിക്കുമ്പോൾ അതിന്റെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഞാൻ അറിയാൻ തുടങ്ങി എനിക്കിത് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഓടി. പിന്നെ ഇവരൊക്കെ വന്ന് ഒരുപാട് സ്നേഹം തന്ന് ചെയ്യാൻ പറ്റുന്നൊക്കെ കൺവിൻസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും സ്റ്റേജിലേക്ക് കയറി. അതേപോലെ തന്നെയും നമ്മള് പാട്ടിന്റെ റെക്കോർഡിംഗ് ഡേ എനിക്ക് ആ റാ രാ മാ 2-3 ഡിഫറെന്റ് അതൊക്കെ മാറി മാറിയാണ് ഞാൻ പറയുന്നത്. സോ ഞാൻ മലയാളം പഠിച്ചത് ബുക്ക് നോക്കിയിട്ടല്ല, എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം കളിച്ച് പഠിച്ചതാണ്. അപ്പം അഫ്കോഴ്സ് മിസ്റ്റേക്സ് എപ്പോഴും വരാറുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരു സ്റ്റുഡന്റ് ആണ് മലയാളത്തിന്റെ. ഒരിക്കലും ഞാൻ പറയില്ല ഇവര് പറയുന്ന പോലെ അത്രയ്ക്കും ലെവലിലൊന്നും ഞാൻ എത്തിയിട്ടില്ല. സോ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് കുറെ പ്രാവശ്യം നിർത്തേണ്ടി വരും. അവർ പറഞ്ഞു തരും ഈ ടാണ് ആ താല്ല എന്നൊക്കെ തിരുത്തി തരും ആ സമയത്ത് തന്നെ. പക്ഷെ നമ്മൾ ഒരു ലൈഫ് ലോങ് സ്റ്റുഡൻ്റ് ആണല്ലോ, അപ്പൊ അതൊക്കെ പഠിക്കാൻ നമ്മൾ ഓപ്പൺ ആവണം. ഒരിക്കലും എനിക്കെല്ലാം അറിയാം എന്നുള്ള ഭാവം നമുക്ക് ബാഡ് ആണ് ആക്ച്വലി. അത് എപ്പോഴും ഐ എം എ ലൈഫ് ലോങ് സ്റ്റുഡൻറ് എന്നുള്ള ഒരു ഭാവം ഉണ്ടെങ്കിൽ ലൈഫ് ഇങ്ങനെ നല്ല സുഖമായിട്ട് പോകും. അപർണയുടെ ഇപ്പൊ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ കോണ്ടന്റിലും അപർണ അഭിനയിച്ചുകൊണ്ട് തന്നെയാണ് വളരെ രസകരമായിട്ടുള്ള റീൽസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനിവിടെ വളരെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അത്രയും രസമായിട്ട് പറഞ്ഞു. അപ്പൊ എനിക്കൊക്കെ ഞാൻ സ്ഥിരമായി കാണുന്നതാണ്. അപ്പൊ അതിനകത്ത് വളരെ ഇഷ്ടമുള്ളതാണ്. ഇപ്പോൾ മലയാളി വി ഡോണ്ട് സേ എന്ന് പറഞ്ഞിട്ട് കുറെ വേർഡ്സ് പറഞ്ഞിട്ട് അവസാനം നമ്മുടെ ഒരു സ്റ്റൈൽ വയ്ക്കും. അതിൻ്റെ ഒരു നേറ്റീവ് ആയിട്ട് ആ കണ്ടന്റ് കൊണ്ടുവരുന്നതിൻ്റെ ഒരു രസമുണ്ട്. അപ്പം ഈ മലയാളികളെ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് നിരീക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്യണമെങ്കിൽ തന്നെ മലയാളികൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷയെ കാണുന്നതെന്ന് നോക്കിയിട്ടുണ്ടോ? ഇപ്പം ജസ്റ്റ് ഒരു ലാംഗ്വേജ് ആയിട്ട് മാത്രമല്ലല്ലോ, ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആണ്. ഇപ്പം നമ്മൾക്ക് എത്ര അറിവുണ്ടെന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ അറിവുണ്ടായിരിക്കാം, പക്ഷെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ മലയാളിക്ക് സ്വയം തോന്നുന്ന ഒരു ഇൻഫീരിയോറിറ്റി അതൊക്കെ. അപ്പൊ മലയാളം എങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷയെ കാണുന്നത്? ആക്ച്വലി 2 ഡിഫറെന്റ് സൈഡ് ഉണ്ട്. ഒന്ന് ജാടയാണ്, വലിയ ആളാണെന്നൊക്കെ പറയും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാര്. പക്ഷെ അത് ജാടയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ആക്ച്വലി ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. കാരണം നമ്മൾ ഇംഗ്ലീഷ് അറിയുകയാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളടുത്ത് വരും. ഡോർസ് ഓപ്പൺ ആവും നമുക്ക് വേണ്ടിയിട്ട്. പുറത്ത് ചെന്ന് ജോലി ചെയ്യാനാണെങ്കിലോ ഇവിടുന്ന് പ്രൊമോഷൻ നേടാനാണെങ്കിലോ ഇംഗ്ലീഷ് ഈ ഒരു കാലത്തിൽ എന്തായാലും ഒരു ഗ്ലോബൽ വേൾഡ് ആണല്ലോ. സോ ഇറ്റ്സ് വെരി വെരി നെസസറി. സോ എൻ്റെ ഒരു അഭിപ്രായം നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ മൈൻഡ് ഒന്ന് ഓപ്പൺ ആക്കുവാണെങ്കിൽ നമ്മൾ ഡെയിലി ഒരു ഇംഗ്ലീഷ് മൂവി കാണാൻ പോകുമ്പോഴോ യൂട്യൂബ് വീഡിയോ കാണാൻ പോകുമ്പോഴും അതൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് എടുക്കാം. ഇമിറ്റേഷൻ ടെക്നീക്ക് ഉണ്ട്. ലൈക്ക് അവർ പറയുന്ന അതേ രീതിയിൽ കോപ്പി അടിച്ച് പറയാൻ ശ്രമിക്കാം. അത് പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്ന ആൾക്കാർ അങ്ങനെയാണ് പഠിച്ചത്, അല്ലാതെ ക്ലാസ്സസ് ഒന്നും പോയിട്ടല്ല. സോ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ്. പക്ഷെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആവണം, നമ്മളുടെ എഫർട്ട് ഇടാൻ തയ്യാറാവണം, ഡെഡിക്കേറ്റഡ് ആവണം, മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്നും വരണം. അപ്പം അത് മാത്രമല്ല ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ആദ്യം പറയുന്നത്, നിങ്ങൾ തയ്യാറാണെങ്കിൽ എഫർട്ട് ഇടാൻ അപ്പോൾ എൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ബിക്കോസ് നിങ്ങളുടെ എഫേർട്ട് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് സക്സസ് വരാൻ പോകുന്നത്. സോ എന്തായാലും മോട്ടിവേഷൻ തരാനും നല്ലപോലെ പഠിപ്പിക്കാനും ഞാനുണ്ടാവും. ബട്ട് യു ഹാവ് ടു ബി റെഡി ടു ടേക്ക് ദാറ്റ് സ്റ്റെപ്പ്. ഓക്കെ. മലയാളികൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുറച്ച് പേർക്ക് ജാടയാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ അതേസമയം തന്നെ മലയാളികൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനും ഒരുപാട് ആഗ്രഹമുള്ള പോലെ തോന്നിയിട്ടുണ്ടോ? ഇംഗ്ലീഷ് അറിയണം എന്നൊക്കെ. ആബ്സല്യൂട്ട്ലി. കാരണം ഒരുപാട് ലൈക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ് മലയാളികൾ. എല്ലാവർക്കും പുറത്ത് ചെന്ന് ജോലി ചെയ്യണം, അതും ചെയ്യണം, അതും കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ അത് കാരണം എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കണം.
പക്ഷെ ഇംഗ്ലീഷ് പഠിക്കുകയാണെന്ന് ആർക്കും പറയാനും വയ്യ. ഒരുപാട് സെലിബ്രിറ്റീസ്, ഡയറക്ടേഴ്സ് വരെ എൻ്റെ സ്റ്റുഡൻസ് ആണ്. പക്ഷെ അവരെല്ലാവരും അനോണമസ് ആയിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത്. ആരും അറിയരുത്. അങ്ങനെ ഒരു ജോയിൻ ചെയ്യ അങ്ങനെ ഒരു നാണക്കേടുണ്ട്. സോ ഒരു ലൈഫ് ടൈം സ്റ്റുഡൻ്റ് ആവാന്നുള്ള ഒരു ഇത് എവ്രിബഡി ഷുഡ് ഹാവ് ദാറ്റ് മെൻറ്റാലിറ്റി. എന്താണ് പ്രശ്നം? ഒരു എത്ര വയസ്സായാലും എൻ്റെ ക്ലാസ്സിൽ എൻ്റെ യംഗസ്റ്റ് സ്റ്റുഡൻറ്റ് 5 വയസ്സും എൻ്റെ ഓൾഡസ്റ്റ് സ്റ്റുഡൻറ്റ് 75 years old ആണ്. അവരൊക്കെ എന്ത് ധൈര്യത്തോടാണ് 75 years ഫൈനലി അവരെന്തിനാ ഇംഗ്ലീഷ് പഠിക്കുന്നത്? അവരുടെ കുട്ടികളെ വളർത്തി പഠിപ്പിക്കാൻ, അവരുടെ ഗ്രാൻഡ് ചിൽഡ്രനെ ഇംഗ്ലീഷ് സംസാരിച്ച് വളർത്താനാണ്. അപ്പം ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട് ലേണിംഗ് അല്ലേ? സോ അങ്ങനെ ധൈര്യം വരട്ടെ എല്ലാവർക്കും. ഇപ്പം സാറിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പുരു എന്ന് പറയുന്നതും മയ്യഴീനെ പറ്റിയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. നീണ്ട കാലത്തെ മാധ്യമ പ്രവർത്തനത്തിൻ്റെയും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ സിനിമയിലേക്ക് എത്തുമ്പം എങ്ങനെയാണ് അതിനെ ഈ 2 ഫീൽഡിനെയും കാണുന്നത്? ഇപ്പോൾ ഒന്ന് വളരെ ഫാക്ച്വലായിട്ട് പോകേണ്ടത്, മറ്റേ നമ്മളൊരു ഇമോഷൻ കൺവേ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ നമ്മൾ മാധ്യമപ്രവർത്തനത്തിലും അതിൻ്റെ പണ്ടത്തെ ഒരു ചട്ടക്കൂടും രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രസൻറ്റേഷൻ, സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് വാർത്തകൾ പോകുന്നത്, അതൊക്കെ നോക്കിയിട്ട് കൊണ്ടാണ് വരുന്നത്. അപ്പം ഈ മാധ്യമപ്രവർത്തനവും സിനിമയും ഡോക്യുമെൻ്ററീസും ഇതിനെ 3നെ എങ്ങനെയാണ് കാണുന്നത്? അത് ശരിക്ക് നോബൽ പ്രൈസ് കിട്ടിയ മാർക്യൂസ് ഏറ്റവും മികച്ച ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു. പക്ഷെ അയാളുടെ ആഗ്രഹം മരിക്കുന്നവരെ ജേർണലിസ്റ്റാണ്. ഞങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. കാരണം ഇപ്പോഴത്തെ ജേർണലിസത്തെക്കുറിച്ച് ഞാൻ വിമർശിക്കല്ല, നമ്മൾ അതിന് ലൈഫ് ഇല്ല. നമ്മളത് എഴുതുമ്പോൾ, ഞാൻ കലാഭവനിലും ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഒരാളെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഡെപ്തിൽ പോകും. ഒന്ന് അയാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എഴുതുന്നതിന് മുമ്പ് അയാളെക്കുറിച്ച് പഠിക്കും. അപ്പോൾ ടി പത്മനാഭൻ എന്നൊരു എഴുത്തുകാരൻ കഥ മാത്രമേ എഴുതുള്ളൂ. അപ്പോൾ അയാളുടെ നിങ്ങളുടെ ആദ്യത്തെ നോവൽ ഏതാണെന്ന് വെച്ചപ്പോൾ ഇറങ്ങിയപ്പോൾ എന്ന് പറയും, കാരണം വായിച്ചിട്ട് പോകുമെന്ന് പറയും. അപ്പോൾ അത് അദ്ദേഹം ആണ് ശരി, ഒരാൾ ഇൻ്റർവ്യൂ പോകുമ്പം പഠിക്കണം. പക്ഷേ ഇപ്പോൾ ഒരാൾ പറഞ്ഞ അഭിപ്രായം മറ്റേ ആൾ പറയും, ഞാൻ കുറ്റപ്പെടുത്തില്ല. അതുകൊണ്ടെന്താ വെച്ചാൽ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഒരു ലൈഫ് വാർത്തകളുണ്ട്, വാർത്തകൾ ജീവിതം ഉണ്ടാവും. നമ്മൾ പഴയ റൈറ്റിങ്സിലൊക്കെ ജീവിതം മുറ്റി നിൽക്കും. അപ്പം ഒരു പൊളിറ്റിക്കൽ ലീഡറാണെങ്കിൽ പോലും ഇപ്പോൾ എ കെ ആന്റണിയെ കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം വീട്ടിൽ വളരെ ലളിതമായിട്ട് ജീവിതം നയിക്കുന്നുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ ആ നേതാവിൻ്റെ ഒരു ആദർശം വായനക്കാർക്ക് തോന്നും. അദ്ദേഹം ആദർശം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡറെ കാണുമ്പോൾ അയാളെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന ഒരു പിക്ചർ ഉണ്ടല്ലോ, അത് വെച്ചാണ് അയാളുടെ പ്രസംഗവും അയാളുടെ പേരും നമ്മൾ നാട്ടുകാർ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒബ്സർവേഷനാണത്. അപ്പോൾ ആ ഒബ്സർവേഷനിൽ നിന്നാണ് സിനിമയും എഴുത്തുമെല്ലാം വരിക. നമ്മളെ മാത്രം ചിന്തിച്ച്, നമ്മുടെ ശമ്പളം മാത്രം ചിന്തിച്ച്, നമുക്ക് വേണ്ടി മാത്രം ചിന്തിച്ചാൽ ഒരിക്കലും ഒരു കലയുണ്ടാവില്ല, നല്ല പത്രപ്രവർത്തനം ഉണ്ടാവില്ല, സിനിമ ഉണ്ടാവില്ല. സിനിമ ഒബ്സർവേഷനാണ്. അപ്പോൾ ഒരു എന്ന സിനിമ ഉണ്ടാകുന്ന കാരണം വെച്ചാൽ അത് ബേപ്പൂരിൽ നിന്നും, ഞാൻ ഗൾഫിൽ 20 വർഷം കൈരളി ടിവിയുടെ ഡയറക്ടറായിരുന്നുള്ളതാണ്, ന്യൂസിൻ്റെ പ്രോഗ്രാംസ്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഇവിടുന്ന് പോയ ആളുകൾ അവിടെ എത്താണ്. പക്ഷെ അവർ വന്നത് ആദ്യം, അല്ലെങ്കിൽ നാടോടിക്കാറ്റ് കണ്ടില്ലേ, ഉരു എന്ന് പറയുന്ന വാണിജ്യ ചെറിയ ലോഞ്ചാണ്. അപ്പോൾ അത് നിർമ്മിക്കുന്നത് ബേപ്പൂരാണ്, ഗൾഫിലേക്ക്. അത് നിർമ്മിക്കുന്നത് ഞാൻ എഴുതാൻ പോയപ്പോഴാണ് അവിടെ ഒരു ആശാരിയെ പരിചയപ്പെട്ടു. ആ ആശാരിയുടെ കഥയാണ് ഉരു. ഇത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാലഘട്ടം മാറി, ഇത് ഏറ്റവും പുതിയ ജനറേഷന് വേണ്ടിയുള്ള സിനിമയാണ്. അപ്പോൾ ഇതൊക്കെ വരുന്നത് ഒബ്സർവേഷനാണ്. നമ്മൾ ഇപ്പം നിങ്ങളെപ്പോലെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ജേർണലിസത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, എന്താണ് ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപർണ അറിയാതെ അപർണ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അത് ഒബ്സർവേഷനാണ് ലോകത്ത് പത്രപ്രവർത്തനവും കലയും എല്ലാം ഉണ്ടാക്കുന്നത്. അതില്ലെങ്കിൽ സാമൂഹികപരമായിട്ട് നമുക്ക് ഒരു ചുറ്റുപാടിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇത്തരം ഒരു സിനിമ, അതിൻ്റെ പ്രമേയം, അതൊക്കെ നമുക്കൊരു പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ തന്നെയും തിയേറ്ററിൽ എത്തുക, തിയേറ്ററിൽ നിന്ന് കളക്ഷൻ നേടുക എന്നുള്ളത് കൂടെ ഒരു പ്രധാന ഒരു ലക്ഷ്യമായിരിക്കുമല്ലോ ഈ ഒരു സിനിമയിലൂടെ. ഇപ്പോൾ സ്റ്റോറി ഏതൊരു ടാർഗറ്റ് ഗ്രൂപ്പിനെ കൊണ്ടുവന്നിട്ട് കളക്ഷൻ നേടുമെന്നാണ് കരുതുന്നത്? തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഈ സിനിമയുടെ വിജയം നിങ്ങൾ പറയുന്നത് എത്ര കൂടുതൽ പ്രേക്ഷകർ ഇത് കാണുന്നു എന്നതുപോലെ തന്നെ എത്ര പ്രേക്ഷകരുടെ മനസ്സിനെ ഇതെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നത്. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ പറയാതെ പോയ ഒരു കാര്യം കൂടി പറയാം. പണ്ടൊക്കെ സ്കൂളുകളിൽ പ്രൊജക്ടറുമായി കൊണ്ടുവന്ന് നല്ല സിനിമകൾ കാണിച്ചു. ഞങ്ങളൊക്കെ അങ്ങനെ കണ്ടവരാ. ചില അവസരങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോയി കാണിക്കുമായിരുന്നു.
ഇന്ന് ഞാൻ പറയുന്നത് കുട്ടികൾ മാത്രം കാണിച്ചാൽ പോരാ. കുട്ടികൾ മാത്രമല്ല സിനിമ കാണേണ്ടത്, മാതാപിതാക്കൾ. നമ്മുടെ ഈ സിനിമയുടെ ഒരു പ്രധാന വിഷയം ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഓട്ടിസമൊക്കെ ചേർന്ന് പോകുന്ന ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ചില കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ്. അങ്ങനെ വരുമ്പോൾ അത്തരം കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ബിഹേവിയറൽ പ്രോബ്ലം വരുന്നുണ്ട്. നമ്മളെല്ലാവരും ആ കുട്ടിക്കാണ് പ്രശ്നമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ കുട്ടിയോട് ചേർന്ന് പോകുന്ന ഇതുപോലുള്ള പല രോഗങ്ങളുടെ അവസ്ഥ അതാണ്. അവരുടെ വളരെ അടുത്ത ബന്ധുക്കൾക്ക്, അവരുമായിട്ട് ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവർക്ക്, ടേക്ക് കെയർ ചെയ്യുന്നവർക്ക് ബിഹേവിയറൽ പ്രോബ്ലം വരുന്നുണ്ട്. ഈ സിനിമ അതും കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടിക്ക് മാത്രമല്ല പ്രശ്നമുള്ളത്, കുട്ടികളുടെ മാതാപിതാക്കൾ ബിഹേവിയറൽ പ്രോബ്ലം, ഇതൊക്കെ എങ്ങനെ പരിഹരിക്കപ്പെടേണ്ടതാണ്. ഒരു തെറാപ്പി പോലെ, സിനിമാ തെറാപ്പി ഇന്ന് പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് സിനിമാ തെറാപ്പി. മ്യൂസിക് തെറാപ്പി നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു തെറാപ്പി പോലെ തെറാപ്പിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ കൗൺസിലേഴ്സിന് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു മൂവി കൂടിയാണിത്. കാരണം ഇത് പല നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇന്ന് സമൂഹത്തിന് ഒരുപാട് ബിഹേവിയറൽ തെറാപ്പിസ്റ്റുകളുടെ ആവശ്യമുള്ളൊരു കാലമാണ്. പലരുടെ പ്രശ്നങ്ങൾ, ഓരോ വീട്ടിൽ പോലും ചില ബിഹേവിയറൽ പ്രോബ്ലം ഉള്ളവരുണ്ട്. അവരോടൊക്കെ ഈ സിനിമ നിർബന്ധമായി കാണണമെന്ന് പറയുമ്പോൾ എല്ലാ വീട്ടുകാരും നിർബന്ധമായി കാണേണ്ട ഈ സിനിമയാണ് ഇത് എന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായും ഈ ഒരു സിനിമ വളരെ വിജയമാവും. അത് കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകരും ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഇടയ്ക്കെന്ന് പറയട്ടെ, ഞാൻ മീഡിയകളിൽ അത് മനസ്സിലാച്ചത് അല്ലേ, ഹെർ എന്നൊരു സിനിമ ഉണ്ട് ഹോളിവുഡിൽ. അപ്പോൾ ഞാൻ ഈ സിനിമയുടെ സബ്ജക്റ്റ് വെച്ചിട്ട് ChatGPT ചോദിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ടോ. അങ്ങനെയാണ് മൻസൂർ മൻസൂറിൻ്റെ മകനെ പ്രത്യേകിച്ച് മനാസ് അവനാ സത്യത്തിൽ ഈ സബ്ജക്റ്റിൽ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ കാരണം. നേരത്തെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നോക്കുമ്പം ഹെർ എന്നൊരു സിനിമ മൻസൂർ അയച്ചു. അത് സിനിമ എന്ന് പറഞ്ഞാൽ കഥയിൽ അതിൽ വീഡിയോ ഇല്ല, ഓഡിയോയിൽ ഒരു കണ്ടിരുന്നു. അപ്പം മീഡിയമുള്ള അത് വെച്ചൊരു ഡിസ്കഷൻ കണ്ടു. നമ്മൾ സിനിമ തുടങ്ങി പകുതിക്ക് എത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ മീഡിയയിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടാണ് ഈ സബ്ജക്ട്. കുറച്ച് വർഷം മുൻപ് റീഡ് ചെയ്തല്ലേ മീഡിയയിലുള്ള ന്യൂസ്, ചർച്ചയുടെ ന്യൂസിൽ വരെ ചെയ്തു. അപ്പൊ അപ്പോഴെനിക്ക് തോന്നി നമ്മളെ മീഡിയ ഇപ്പൊ വളരെ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന മുമ്പ് തന്നെ വരുന്നു. അപ്പൊ ഈ സബ്ജക്ട് ലോകത്തിൽ അങ്ങനെ പറയാൻ പറ്റും. അത് എൻ്റെ സിനിമയോട് പറയുന്നില്ല, ഹോളിവുഡ് വന്നിട്ടില്ല. പക്ഷേ ഈ ഹെയർ എന്നെ സ്വാധീനിച്ചിട്ടില്ല. കാരണം പടം കഴിഞ്ഞ് അതിൻ്റെ ഘട്ടത്തിലാണ് തോന്നുന്നു അത് കണ്ടത്. പക്ഷേ ആ സിനിമ ഞാൻ നോക്കിയപ്പോൾ ബോക്സ് ഓഫീസിൽ ഭയങ്കര ഹിറ്റായിരുന്നു. ഞാൻ നേരത്തെ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയാം. അപ്പം നമ്മൾ നേരത്തെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് കിട്ടിയാൽ, അപ്പോൾ ഇപ്പോഴുള്ളത് ഈ സിനിമയിൽ ടാർഗറ്റഡ് ഓഡിയൻസിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിലേക്ക് എത്തിയാൽ ഇത് വൻ വിജയമാവും എന്നുള്ള സംശയമില്ല. പക്ഷെ അവിടെ എത്തണം, അതിനാണ് മീഡിയ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. എന്നാലും എത്താൻ പറ്റും. കാരണം നല്ല സിനിമയായിരുന്നു പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇപ്പോൾ ആഘോഷമായി മാറുകയാണ്. തലയൊക്കെ വെട്ടി തലയെങ്ങനെ ഉരുളുകയാണ്. ഇതൊക്കെ നമുക്ക് കുട്ടികളോടൊപ്പം പോയി കണ്ടിരുന്നതിൽ കാണാൻ പറ്റുമോ? നേരത്തെ അപർണ വളരെ സുവ്യക്തമായിട്ട് പറഞ്ഞു, ഇത് വളരെ ക്ലീൻ ആയ ഒരു സിനിമ. ഇപ്പം അതിന്റെ ക്രിയേറ്റേഴ്സ് ആക്ഷൻ മൂവീസ് എന്നാണ് പറയുന്നത്, വയലൻസ് മൂവികൾ. അപ്പം നിങ്ങൾ അതിനൊരു വയലൻസ് കൂടി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ സിനിമയിൽ? വയലൻസ് ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എൻ്റെ ജേർണലിസ്റ്റ് പേപ്പർ വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അയാൾ നടന്നു പോകുമ്പോൾ മറ്റേ ചെറുപ്പക്കാരൻ മിണ്ടിയില്ല. സുഹൃത്തുക്കളാണ്, നീ എന്താ എന്നെ മിണ്ടാതെ പോകുന്ന പറഞ്ഞിട്ട് വീട്ടിൽ പോയി കൊന്നു അങ്ങനെ ന്യൂസിലായിരുന്നു. അതായത് ഇയാളെ മൈൻഡ് ചെയ്യാതെ പോയുണ്ട്. അപ്പോൾ ഈ 18, 22, 25 വയസ്സിലുള്ള ഇപ്പോഴത്തെ ആളുകൾക്കിടയിൽ ഈ വയലൻസും ഭയങ്കരമായിട്ട് ക്രൈമുള്ള സിനിമ എടുക്കുന്ന വെച്ചാൽ ദേഷ്യം വന്ന് അപ്പം അടിച്ചു കൊല്ലാതുള്ളതാണ്. അപ്പോൾ ഈ തല്ല് അടി ഈ സിനിമകളാണ് ഇപ്പോൾ ഭീകരമായ രീതിയിൽ അങ്ങനെ പറയാൻ പറ്റും വിജയിക്കുന്നത്. അപ്പം നമ്മുടെ സിനിമ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. പക്ഷെ അത് ഓഡിയൻസിൻ്റെ ഇടയിൽ, ഈ ജനറേഷൻ്റെ ഇടയിൽ എങ്ങനെ ബാധിക്കും എന്നറിയില്ല. പക്ഷേ അങ്ങനെ ഇത് തുടർന്നാൽ നമ്മുടെ സമൂഹത്തിൽ, സോഷ്യൽ കോൺഷ്യസിൽ, സാമൂഹിക ബോധത്തിൽ ഒരു ദേഷ്യം വരുമ്പോൾ അപ്പം അടിക്കുക കൊല്ലുക എന്ന മനസ്സിലേക്ക് പോകും. അങ്ങനെ പോകരുത് എന്നാണ് ഈ സിനിമ നൽകുന്ന സന്ദേശം. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഈ ഒരു കഥ ഈ ഒരു കാലത്തിൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഡിസ്റ്റൻസ് ആവുന്ന ഒരു സമയമാണ്. നമ്മള് വി ഡോണ്ട് ഈവൻ ടോക്ക് ടു അവർ ലൈക്ക് മാമനും മാമിയും ഒക്കെ. ഈ ഒരു സിനിമ ഇറ്റ് വിൽ ബോണ്ട് ദ ഫാമിലി ടുഗദർ. അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ട് ഈ സിനിമയിൽ. ഫുൾ ഫാമിലി ചെന്ന് കാണുവാണെങ്കിൽ ഒരു നല്ലൊരു ബോണ്ട് വരത്തുള്ളൂ. ആ ഫാമിലി വിൽ ബിക്കം മച്ച് മോർ ക്ലോസ്. അപ്പോൾ ആ ഒരു ഹോപ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ ലോകം കുറച്ചുകൂടി പീസ്ഫുള്ളും അണ്ടർസ്റ്റാൻഡിങ്, കമ്പാഷനറ്റ്, കാരുണ്യമൊക്കെ കാണിക്കാൻ പറ്റുന്നൊരു ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് അബൌട്ട് ദ ലവ്, സ്നേഹം, അതൊക്കെ
ഇപ്പം അപർണ ഒരുപാട് വർഷം കേരളത്തിലുണ്ടായിരുന്നു. അപ്പം മലയാളികൾ കാണുമ്പോൾ ആദ്യം കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു വിശാലമായിട്ടുള്ള സ്പേസിൽ കണ്ടു. അതിനുശേഷം ബിഗ് ബോസിലുണ്ടായിരുന്നു. അതിനുശേഷം സിനിമ. ഇതാണോ അപർണ ഒരു ലൈഫിനെ പിന്നിലേക്ക് നോക്കുന്ന സമയത്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്ന ഒരു പീരീഡ്, ബിഗ് ബോസിന് ശേഷം ടെലിവിഷൻ ചാനലുകളിൽ അത്തരം ഒരു ഇൻസ്റ്റഗ്രാമിലൊന്നും ഇല്ലാത്തൊരു ജനറേഷൻ്റെ, കുറച്ചുകൂടി ഒരു ഓൾഡർ ജനറേഷൻ്റെ അടുത്തേക്ക് വന്ന ഒരു സമയം, പിന്നെ ഇതാ സിനിമയിലേക്ക് എത്തുന്നു. അങ്ങനെയാണോ ഒരു കരിയറിനൊക്കെ കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും അല്ല. ഞാൻ ഫ്രാൻസില് ഓൺലൈൻ വഴി ചൈന സ്റ്റുഡൻസിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കായിരുന്നു. അതായിരുന്നു എൻ്റെ കരിയർ, എൻ്റെ ലൈഫ്. ആൻഡ് മാർക്കറ്റിംഗ് കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു സൈഡിൽ തന്നെ. പിന്നെ ഈ കോവിഡ് കാലം ആയപ്പോഴായിരുന്നു ഇന്ത്യൻ ഗവൺമെന്റ് ഞങ്ങളെ ഫോറിനേഴ്സിന്റെ എല്ലാ വിസസ് ക്യാൻസൽ ചെയ്തു. നാട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. എൻ്റെ ഫുൾ കുട്ടിക്കാലമൊക്കെ ഇവിടെ ആയിരുന്നു. അപ്പൊ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഇറ്റ് വാസ് ഷോക്കിംഗ്. എൻ്റെ സ്വന്തം നാട്ടിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ മലയാളം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഭാഷയാണ്, ഭയങ്കര ടഫാണ്. സംസാരിച്ചില്ലെങ്കിൽ മറന്നു പോകും. ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു പേടി കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കാൻ തുടങ്ങി. ഓക്കെ, ഡെയിലി ഇത്രയും മണിക്കൂർ മീഡിയ സെർച്ച് ചെയ്ത് ഇത്രയും വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം പോത്തില്ലല്ലോ. ആ കൾച്ചറുമായിട്ടുള്ളൊരു ബന്ധം നിർത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആദ്യം ഇൻവേർട്ടഡ് കോക്കനട്ട് അക്കൗണ്ട് തുടങ്ങിയത്. അതും മലയാളം പറയാനായിരുന്നു. ഞാൻ എൻ്റെ ഫീഡിൽ ഒന്നും പോസ്റ്റ് ചെയ്തില്ല ആ സമയത്ത്. സ്റ്റോറീസിൽ മാത്രം, സ്റ്റോറീസിൽ 1 minute എവറി ഡേ മലയാളം സംസാരിക്കണം. അതായിരുന്നു എൻ്റെ ഇത്. പിന്നെ അങ്ങനെ വൈറലായി. പിന്നെ ആൾക്കാർക്ക് ഈ എൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അത് പോയി, എൻ്റെ കയ്യിലൊക്കെ വിട്ടുപോയി. സോ പിന്നെ ഫ്രാൻസിൽ നിൽക്കായിരുന്നു ആ സമയത്ത്. ബിഗ് ബോസ് നിന്ന് കോള് കിട്ടി. അപ്പൊ ഞാൻ വീണ്ടും നാട്ടിലേക്ക് വന്നു. ഫൈനലി വീണ്ടും നാട്ടിലേക്ക് വരാൻ പറ്റി. കാരണം ബിഗ് ബോസും എൻട്രി ആപ്പ് ഇംഗ്ലീഷ് ക്ലാസ്സസ് ഒക്കെ, അങ്ങനെ എനിക്ക് വിസ വീണ്ടും കിട്ടി. അപ്പൊ ഞാൻ ഇവിടെ എത്തി. അപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ലോകമായി. ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുന്ന പോലെ ഈ കാര്യങ്ങളൊന്നും ഞാൻ പ്ലാൻ ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ദൈവം എനിക്ക് ഓരോരോ അനുഗ്രഹങ്ങളും ഇങ്ങനെ തരുവാണ്. വളരെ ലക്കിയാണ്, അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ. സോ ഐ തിങ്ക് ഇങ്ങനെ ഒരു ഓപ്പൺ മനസ്സ് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പം, ഓപ്പൺ ആയിട്ട് ഇരിക്കുമ്പം, ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുമ്പം ലൈഫ് വിൽ പ്രൊവൈഡ് യു ബ്ലെസ്സിങ്സ്. അതാണ് എനിക്ക് തോന്നുന്ന സത്യം. സോ അറ്റ്ലീസ്റ്റ് ഐ ട്രൈ ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീങ്. ഒരു നല്ല മനുഷ്യനായാൽ ആൾക്കാർക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം മറ്റവർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ബീച്ച് ക്ലീനപ്പ്, പ്ലാന്റിങ് ട്രീസ്, അതൊക്കെ പ്രോജക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കൽ, ഇന്റർവ്യൂ ടെക്നിക്സ് പഠിപ്പിക്കുന്ന, അത് വേണമെങ്കിൽ എനിക്ക് എൻ്റെ നാട്ടിൽ ചെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് കേരളത്തിൽ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് ഈ നാട്ടിൽ എനിക്ക് മലയാളം പഠിപ്പിച്ചു തന്നത് നാട്ടല്ലേ, അപ്പൊ തിരിച്ചെന്തെങ്കിലും കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നത്. സോ ഇഫ് യു ആർ എ ഗുഡ് ഹ്യൂമൻ ബീങ്, ഇഫ് യു വാണ്ട് ടു ഹെൽപ്പ് the society, good things will come to you. അതാണ് എൻ്റെ ഒരു ഇത്. So just remain grateful, remain positive and be a good human being, contribute to society. നമ്മൾ മോണിക്ക എ സ്റ്റോറിയുടെ നിങ്ങളുടെ 3 പേരുടെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ ടൈമിലോ പ്രൊഡക്ഷൻ ടൈമിലോ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിലോ ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ആ ബ്രേക്ക് ഡൗൺ ഉണ്ടായിരുന്നല്ലോ, എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എനിക്ക് അന്ന് മനസ്സിലായത്, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ വാശി നമുക്കുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മളുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എനിമിയും ഏറ്റവും ബിഗ്ഗസ്റ്റ് ചിയർ ലീഡർ. നമുക്ക് തീരുമാനിക്കാൻ പറ്റും എൻ്റെ ലൈഫിൽ ഞാൻ പോസിറ്റീവ് ആവണോ, എൻ്റെ ലൈഫിൽ എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉള്ള റോള് എടുക്കണം. അപ്പോൾ ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്തന്ന്, ഞാൻ ഇന്ന് ഇത് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ സെൽഫ് ഇത് റിഗ്രറ്റ് ചെയ്തില്ലല്ലോ, ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് വരും എന്ന് ഞാൻ അന്ന് ഓർത്ത്. ഇല്ല, എനിക്ക് വന്നൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ ശ്രമിക്കും. എനിക്ക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ എല്ലാവരും എന്നെ കണ്ട് ഞാൻ കരയുന്ന കാണുന്നു, എൻ്റെ ഈഗോക്ക് അതൊരു ബാധം വരും. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. മിസ്റ്റേക്സ് എന്തായാലും വരും. ഞാൻ സ്റ്റുഡൻ്റ് ആണ്, ഈ ഒരു രീതിയിൽ ഞാൻ സ്റ്റുഡൻ്റ് ആണ്, ഐ എം നോട്ട് എക്സ്പെർട്ട്. സോ ലെറ്റ് മീ ലേൺ. ആ ഒരു മൈൻഡ് സെറ്റ് അന്ന് ഞാൻ തീരുമാനിച്ചപ്പം എനിക്ക് തന്നെ ഒരു യെസ് ഐ കൻ ഡു ദിസ്. അപ്പം ആൻഡ് ഫ്രം ദാറ്റ് ഇനി മുതൽ
എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ ഞാൻ ഇത് ഓർക്കും അന്ന് പഠിച്ച പാഠം ഇന്നും എനിക്ക് പഠിക്കാമല്ലോ. സോ ഓൾവേസ് ട്രൈങ് ടു ഗ്രോ. എന്താണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി ഈ സിനിമയെ സംബന്ധിച്ച്? ഫേവറേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് കർക്കിടകത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും എതിരായിരുന്നു. ജൂലൈ ഓഗസ്റ്റ് അപ്പം എല്ലാം എതിരായിരുന്നു. അപ്പോൾ നമ്മുടെ നിർമ്മാതാവിൻ്റെ ഒരു കാലാവസ്ഥയുടെ എല്ലാവരും എതിരായ കാലാവസ്ഥ. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞ് ആ സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. പിന്നെ പ്രൊഡ്യൂസർ പറഞ്ഞാൽ പിന്നെ വേറെ നിർത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, നമ്മൾ ഭയങ്കര രസം വെച്ചാൽ മൻസൂർ അനുഭവിച്ചല്ലേ അത് പറഞ്ഞു കൊടുക്കും. മഴ മാറിയത് നമ്മൾ നാളെ അത് വളരെ രസകരമായ അനുഭവമാണ് സത്യത്തിൽ. എറണാകുളത്ത് തന്നെ അവർക്കും അറിയാതെ നല്ല മേഘങ്ങനെ കാർമേഘം കൂടി കിടക്കുന്ന സമയത്ത് ഞങ്ങളോട് പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങളെങ്ങനെ ഈ സിനിമ ഈ ദിവസങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതാണ്. കാരണം അത്രയും മോശം കാലാവസ്ഥയായിരുന്നു. ഇവിടെ എത്തി നമ്മൾ ഷൂട്ടിങ്ങിന് ഇറങ്ങുമ്പോൾ മഴ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, രാവിലത്തെ കാര്യം പറയാം, മഴ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് റെസ്റ്റോറൻറ്റിലേക്ക് കയറുമ്പോൾ മഴ തുടങ്ങി. ഭയങ്കര മഴ. അത് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും മഴയില്ല. ഇത് ആ ദിവസം മാത്രമല്ല, പിന്നീടുള്ള ദിവസങ്ങൾ ഇത് ആവർത്തിച്ചു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആകെ ഒരു ബ്രേക്ക് ഉമ്മൻചാണ്ടി മരിച്ച ദിവസം മുഖ്യമന്ത്രി സ്കൂളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത് ഞാൻ ഇതിലൊരു തെയ്യം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കാഞ്ഞങ്ങാട് തെയ്യങ്ങളുടെ നാടാണ്. തെയ്യത്തിന് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഒരു അസോസിയേഷൻ മറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ ഭീഷണനായിരിക്കും. ഒരാൾ പറഞ്ഞ് എൻ്റെ വീട്ടിൽ കുടുംബ തെയ്യം, ആ കുടുംബ തെയ്യം നമ്മൾ ഷൂട്ട് ചെയ്തു. പക്ഷേ ആ സിനിമയ്ക്ക് ഏറ്റവും അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായി ഏറ്റവും പ്രയോജനമായ ഇവൻ്റെ ക്യാരക്ടർ വെച്ചത്. അപ്പോൾ അതെന്തോ ഒരു ഈ ചില സമയത്ത് സിനിമയുടെ നിയോഗം ഒറ്റ ഷെഡ്യൂൾ കൂട്ടിയിട്ട് പിന്നെ 6 മാസം കഴിച്ച് ഷൂട്ട് ചെയ്ത സിനിമ വന്നിട്ടുണ്ട്. അത്രയും നഷ്ടം വരും. അത്രയും 10-100 പേര് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് അത്. ഇതിപ്പോൾ നിങ്ങൾ എത്ര പേരുണ്ട്? അപ്പോൾ അത് പെട്ടെന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അത് പോകും. അപ്പോൾ ആ ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും നല്ല നമുക്കൊരു സംഭവം. മഴ പോലും ഈ പറഞ്ഞത് തന്നെയാണോ ഏറ്റവും? എനിക്ക് തോന്നിയ വേറൊരു സംഭവം കൂടിയുണ്ട്. ഞങ്ങളുടെ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ഗൃഹാന്തരീക്ഷത്തിൽ ഒരു വീട്ടിനുള്ളിലാണ് നമ്മളതിൻ്റെ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത്. വീട്ടിൻ്റെ പൂമുഖവാതിൽ MLA പോലും ചോദിച്ചു, ഇങ്ങനെ ഒരു വീട്ടിൽ നിങ്ങൾ നമ്മുടെ പരിപാടി പങ്കെടുത്ത് കാസർഗോഡ് MLA ഉണ്ട്, അദ്ദേഹം ചോദിച്ചു ഈ വീട്ടിൽ നിങ്ങളിങ്ങനെ പരിപാടി സംഘടിപ്പിച്ചു. അപ്പോൾ അത് നമ്മൾ പറയുന്നത് വീട്ടിലേക്ക് പ്രേക്ഷകരെ സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ തുടക്കം നമ്മൾ കുറിക്കുന്നത് തന്നെ ഒരു വീട്ടിലായിരുന്നു, ഒരു ഗൃഹാന്തരീക്ഷത്തിലായിരുന്നു. വളരെ ഹോംലി അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ആ പടം തുടങ്ങുന്നത്. ആ ഒരു പ്രസന്നതയുണ്ടല്ലോ, ആ ഒരു സന്തോഷമുണ്ടല്ലോ, ആ സിനിമ തീരുന്നത് വരെ ഇപ്പോഴും നമ്മളൊരു കുടുംബക്കാരെ പോലെയാണ്. അതിലുള്ള എല്ലാ യൂണിറ്റിലും ഓരോ മെമ്പർമാരും പറയും നമ്മൾ വളരെ എൻജോയ് ചെയ്തു. അത് തന്നെയാണ് എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം. ഓക്കെ, അപ്പം മോണിക്ക ഒരു സ്റ്റോറി നിങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ട ഒരു സിനിമയാണോ അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയായി മാറട്ടെ. അപ്പോൾ ഇത്രയും സമയം മീഡിയ വണ്ണിനോട് സംസാരിച്ചതിന്, വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. വളരെ നന്ദി. താങ്ക് യു.